റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ട് രണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ്ങിൻ്റെ വീഡിയോ ആണ്. അതായത് 6 ഇഞ്ച് ഊഫർ വെച്ചിട്ടുള്ള 6 ഇഞ്ച് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ് ബോക്സിൻ്റെ വീഡിയോ ആണ്. ഈ ആംപ്ലിഫയർ നമ്മൾ 2.1 ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് 100+100 ലെഫ്റ്റ് റൈറ്റ് ചാനലും സബ് ഊഫറിന് 200 വാട്ടും. 100+100 നമ്മൾ ട്രാൻസിസ്റ്റർ NJW ഉപയോഗിച്ചിരിക്കുന്നു. സബിന് വേണ്ടിയിട്ട് മോസ്ഫെറ്റ് IRF 240 940 ആണ് മോസ്ഫെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെയർ ബ്രിഡ്ജ് ചെയ്താണ് സബിന് 200 വാട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ്, പവർ സപ്ലൈ ബോർഡ് ഇതെല്ലാം നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോർഡ് തന്നെ നമ്മുടെ സ്വന്തം പേരിലുള്ള ബോർഡാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം BT ബോർഡും അതുപോലെ തന്നെ യൂണിവേഴ്സലിൻ്റെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ പവർ ട്രെക്കിൻ്റെ ഈ ആംപ്ലിഫയർ നമ്മൾ മുൻപ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ 100+200 വാട്ട് വരുന്ന 2.1 ആംപ്ലിഫയർ മുൻപും റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്ലോർ സ്റ്റാൻഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. ഇത് വരുന്നത് 40 ഇഞ്ചോളം ഹൈറ്റാണ് വരുന്നത്. 40 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത് വരുന്നത് 8 ഇഞ്ചാണ്. വിഡ്ത്ത് വരുന്നത് 8.5 ഇഞ്ചാണ്. അതായത് 10 ഇഞ്ച് ഹൈറ്റും 5 ഇഞ്ച് വീതിയും വരുന്നത് 10 ഇഞ്ചുമാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ വരുന്ന 6.5 ഇഞ്ച് വരുന്ന ഡ്രൈവറുകളാണ് രണ്ടെണ്ണം. അതായത് ഒരെണ്ണത്തിന് ബേസ് കൂടുതൽ കിട്ടാനും ഒരെണ്ണം കുറച്ച് മിഡ് ഫ്രീക്വൻസി കൂടുതൽ കിട്ടാനാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ്വർക്കും 2-way നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 2 ഊഫറിന് വേണ്ടിയിട്ട് ഊഫറിൻ്റെ കണക്ഷൻ എടുത്തിട്ട് 2 ഊഫറിലേക്ക് കൊടുത്തു. ഊഫറിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി എടുത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2-way നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ 2 ഊഫർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ട്യൂട്ടറാണ് ഒരു ബോക്സിൽ വരുന്നത്. അങ്ങനെ 2 ബോക്സിൽ കൂടിയിട്ട് 4 ഊഫറും 2 ട്യൂട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 ബോക്സിനും ഫ്രണ്ടിൽ നെറ്റ് വരുന്നുണ്ട്. നമുക്ക് ഊരിയെടുക്കാവുന്ന ടൈപ്പ് നെറ്റ് വരുന്നുണ്ട്. അതെല്ലാ വീഡിയോയിലും സ്പീക്കറിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് വെച്ചിട്ട് വീഡിയോ കാണിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഇതിൻ്റെ ഫ്രണ്ടിലെ നെറ്റ് ഊരി വെച്ചതിന് ശേഷം കാണിക്കുന്നത്. എല്ലാ ബോക്സുകൾക്കും സബ് ഊഫറിനും അതുപോലെ തന്നെ 2-way ബോക്സും 3-way ബോക്സും എല്ലാത്തിനും ഫ്രണ്ട് നെറ്റ് ഉണ്ട്. നമ്മൾ നെറ്റ് വെച്ചിട്ട് ഞാൻ കാണിക്കാറില്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മളിത് ആദ്യം സബ് ഊഫർ വെക്കാതെ 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങിൽ മാത്രമായിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ആ സെയിം സോങ് തന്നെ നമുക്ക് സബ് ഊഫർ വെച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബ് തരുന്ന സോങ്സാണ് ഇടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങിന്, അതായത് 6 ഇഞ്ചിൻ്റെ വെച്ചിട്ടുള്ള 6 ഇഞ്ചും ഒരു ട്യൂട്ടറായിട്ടുള്ള 2 ഫ്ലോർ സ്റ്റാൻഡിങ്ങിനും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫർ വോളിയം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 6 ഇഞ്ചിൻ്റെ ഫ്ലോർ സ്റ്റാൻഡിങ് ബോക്സും സോണിയുടെ 12 ഇഞ്ച് സബ് വൂഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2.1 ആയിട്ട് പ്ലേ ചെയ്ത് നോക്കാം.
കേട്ടിരിക്കും. യൂട്യൂബിൻ്റെ സോങ്സാണ് നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ സിനിമ സോങ്സ് വെച്ചിട്ട് ഞാൻ റീൽസിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൻ്റെ റീൽസിൽ, ഇതിലെല്ലാത്തിലും ഞാൻ ഇടാറുണ്ട്. പല രീതിയിലുള്ള മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇങ്ങനെയുള്ള പാട്ടുകൾ വെച്ചിട്ട് റീൽസിൽ ഇടാറുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി സിനിമാ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാവും. ഇത് യൂട്യൂബ് തരുന്ന സോങ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കംപ്രസ് ചെയ്തിട്ട് വരുന്ന സോങ്സാണ്. ഇത്തിരി ക്ലാരിറ്റി കുറവായിരിക്കും, ട്രബിൾ കുറവായിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. റീൽസിലോ ഇങ്ങനെയുള്ള പാട്ടുകൾ സിനിമാ സോങ്സ് ഇടുന്നത് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൾ വിളിക്കാൻ നോക്കുക. അതായത് IMO കോൾ ആയാലും പ്രശ്നമില്ല, വാട്സപ്പ് കോൾ, ഡയറക്റ്റ് നോർമൽ കോൾ ആയാലും പ്രശ്നമില്ല. ചാറ്റിംഗ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വില വിവരങ്ങളും, അതായത് ആംപ്ലിഫയറിൻ്റെ വാട്ടേജ്, ആംപ്ലിഫയറിൻ്റെ വില വിവരങ്ങൾ, എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, ഈ ബോക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന എത്ര ഇഞ്ച് ഡ്രൈവറുകൾ, പിന്നെ ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.